നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും 1 സെക്കൻഡ് മീഡിയയുടെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ SBIയുടെ നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ നമുക്ക് നടത്താൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ അക്കൗണ്ടിൽ ചിലപ്പോൾ കുറച്ച് എമൗണ്ട് ഇങ്ങനെ നോർമൽ സേവിങ്സ് അക്കൗണ്ടിൽ കടന്നു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും. അപ്പോൾ അത് നമുക്ക് കൺവേർട്ട് ചെയ്ത് FDയിൽ ഇടുന്നതിന് വേണ്ടി നമ്മൾ ബാങ്കിൽ പോകേണ്ട കാര്യമില്ല. നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് നെറ്റ് ബാങ്കിങ് ഉണ്ടെങ്കിൽ നമുക്ക് FDs ഇടാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അത് പറഞ്ഞു തരുന്നതായിരിക്കും. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് SBIയുടെ നെറ്റ് ബാങ്കിങ്ങിൽ ലോഗിൻ ചെയ്യുക. ഗൂഗിൾ ക്രോമിൽ SBI നെറ്റ് ബാങ്കിങ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ടു ലോഗിൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരും. അവിടെ ക്ലിക്ക് ചെയ്ത് നെറ്റ് ബാങ്കിങ്ങിൽ ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് ടോപ്പിലായിട്ട് ഒരു മെനു ബാർ കിട്ടും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് താഴെയായിട്ട് ഡെപ്പോസിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് തന്നെ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒന്നാമത്തത്, അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഒന്നാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ട ഒരു പേജ് ഓപ്പൺ ആകുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ നമ്മുടെ അക്കൗണ്ട് നമ്പർ ഇവിടെ കാണാൻ സാധിക്കും, നമ്മുടെ ബ്രാഞ്ചിൻ്റെ പേര് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര എമൗണ്ട് ആണോ നമ്മൾ FD ആയിട്ട് ഇടാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ലക്ഷമാണ്, അതുകൊണ്ട് 2 ലക്ഷം എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് താഴെ കാണാൻ സാധിക്കും 2 lakhs ഉള്ളി എന്ന് പറഞ്ഞുകൊണ്ട്. അതിനുശേഷം നിങ്ങളൊരു സീനിയർ സിറ്റിസൺ ആണ്, അതായത് ഒരു 60 വയസ്സിന് മുകളിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടിക്ക് മാർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു സീനിയർ സിറ്റിസൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ 60 വയസ്സിന് മുകളിലാണെങ്കിൽ അത് തിരഞ്ഞെടുത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമുക്കിവിടെ സെലക്ട് ദ ടേം ഡെപ്പോസിറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇൻട്രസ്റ്റ് പെയ്ഡ് അറ്റ് മച്യൂരിറ്റി, അതായത് നമ്മൾ 1 വർഷത്തേക്കാണ് നമ്മൾ FD ഇടുന്നതെങ്കിൽ 1 വർഷം കഴിയുമ്പോഴത്തേന് നമുക്ക് കംപ്ലീറ്റ് ഇൻട്രസ്റ്റ് അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് പെയ്ഡ് അറ്റ് മെച്യൂരിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം. അതല്ല, നമ്മൾ ഇൻട്രസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കിട്ടണം നമ്മുടെ ക്യാപിറ്റലിൻ്റെ, അതായത് 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ നമുക്ക് നമ്മുടെ ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് നമ്മുടെ ബാങ്കിലേക്ക് വന്നുകൊണ്ടിരിക്കണം എന്നാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഞാനിവിടെ ഇൻട്രസ്റ്റ് പെയ്ഡ് അറ്റ് മച്യൂരിറ്റി എന്ന് പറഞ്ഞ ഒന്നാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്തത്, STDR. ഓക്കെ, അതിനുശേഷം താഴെ എത്ര ടൈമാണ് ടെൻഷർ ഓഫ് റിപ്പാർട്ടർ ഡിപ്പോസിറ്റ്, അപ്പം എത്ര നാളത്തേക്കാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മച്യൂരിറ്റി ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പം ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് ആണ് അടിച്ചു കൊടുക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. 1 മെയ് 2024 എന്ന് പറഞ്ഞ ഒരു ഡേറ്റ് ആണ് ഞാനിവിടെ അടിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പം ഏകദേശം 1 വർഷത്തിൽ കൂടുതലുണ്ട്. അതായത് 1 വർഷത്തിൽ കൂടുതലാണ് നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സാധാരണ ഇൻട്രസ്റ്റ് റേറ്റിനേക്കാളും കുറച്ച് വ്യത്യാസമുണ്ട്, നല്ലൊരു ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. അതുകൊണ്ട് 1 വർഷത്തിൽ കൂടുതലാണ് ഞാനിവിടെ FD ഇടുന്നത്. ഇനി താഴോട്ട് വരുമ്പോഴത്തേനും നമ്മൾ മച്യൂരിറ്റി ഇൻസ്ട്രക്ഷൻ ചോദിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ഡേറ്റ് ആയി കഴിയുമ്പോൾ 2024 മെയ് 1 ആകുമ്പോഴത്തേനും ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള എമൗണ്ടും നമ്മുടെ ക്യാപിറ്റലും 2 ലക്ഷം രൂപയും അതിൻ്റെ ഇൻട്രസ്റ്റും ഏത് രീതിയിലാണ് നമുക്ക് റീപേ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുകിൽ നമുക്ക് ഇത് വീണ്ടും റിന്യൂ ചെയ്യാൻ പറ്റും, അതായത് വീണ്ടും ഡിപ്പോസിറ്റിൽ ഇടാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു 2 വർഷം കഴിയുമ്പോഴത്തേനും ഇത് നമ്മൾ ഒന്നാമത്തെ വീണ്ടും പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും കംപ്ലീറ്റ് ആയിട്ട് വീണ്ടും അവിടെ തന്നെ ഇടുന്നു. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രിൻസിപ്പിള് വീണ്ടും 2 ലക്ഷം രൂപ നമ്മൾ ഇടുന്നു, പക്ഷേ ഇൻട്രസ്റ്റ് മാത്രം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻസിപ്പിളും ഇൻട്രസ്റ്റും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അങ്ങനെ 3 ഓപ്ഷനാണ് ഉള്ളത്. അപ്പോൾ ഞാനിവിടെ മൂന്നാമത്തെ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്, റീപേ പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ് എന്ന്. അതായത് 1 വർഷം കഴിയുമ്പോഴത്തേനും ആ ഒരു ക്യാപിറ്റലും അതുപോലെ തന്നെ ഇൻട്രസ്റ്റും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്ന് ടിക്ക് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് നെക്സ്റ്റ് പേജിൽ ഇതൊന്ന് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്നും കൂടെ എഴുതി വരും. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കാണാൻ സാധിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് ടൈപ്പ് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 7.3% ആണ്. അത് സീനിയർ സിറ്റിസൺ ആണ്, അതുപോലെ തന്നെ 1 വർഷത്തിൽ കൂടുതലാണ് ഇട്ടത്. അതുകൊണ്ട് 7.3% നല്ലൊരു ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 2 ലക്ഷം രൂപ നമ്മൾ ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ആ 1 വർഷം ആ ഒരു മച്യൂരിറ്റി ഡേറ്റിൽ നമുക്ക് 2,15,177 രൂപയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം നമ്മുടെ മച്യൂരിറ്റി ഡേറ്റ് ഇവിടെ വീണ്ടും ഒന്നും കൂടെ എഴുതിയിട്ടുണ്ട്, 1 മെയ് 2024. അപ്പോൾ ഇവിടെ നമ്മൾ കാണിക്കുക സീനിയർ സിറ്റിസണിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചു. അതുപോലെ തന്നെ നമ്മൾ മച്യൂരിറ്റി
മെച്യൂരിറ്റി ഇൻസ്ട്രക്ഷൻ, അതായത് റീപേ പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ്. അതായത് ഈ മെയ് 1, 2024 നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് 2 ലക്ഷം രൂപയും 15,177 രൂപയും കൂടെ കൂട്ടി 2,15,177 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാനുള്ള ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡെപ്പോസിറ്റ് ആരുടെ പേരിലാണ്, അതായത് നമ്മുടെ അക്കൗണ്ട് ഹോൾഡറിൻ്റെ പേര് തന്നെയാണ് അവിടെ വരുന്നത്. അതിനുശേഷം നമ്മുടെ ഡെപ്പോസിറ്റിന് നോമിനി വെക്കണമെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ യെസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ കൺഫേം ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും യുവർ റിക്വസ്റ്റ് ഫോർ ന്യൂ ESTDR ക്യുമുലേറ്റീവ് ഈസ് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. ക്രിയേറ്റ് ചെയ്ത ഡേറ്റും കാണാൻ സാധിക്കും. അപ്പം ഇവിടെ ട്രാൻസാക്ഷൻ നമ്പർ കാണാൻ സാധിക്കും, അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതൊന്ന് വീണ്ടും പോയി നമ്മുടെ അക്കൗണ്ട് FD ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആയോ എന്നൊന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയാണ്, ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആയിട്ടുണ്ട്, അത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ഈ മെനു ബാറിൽ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ അക്കൗണ്ട് സമ്മറിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് സമ്മറിയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നമുക്ക് പുതിയൊരു അക്കൗണ്ട് നമ്പർ, അതുപോലെ തന്നെ ബ്രാഞ്ച് നെയിം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ എത്ര എമൗണ്ട് ആണോ ഡെപ്പോസിറ്റ് ഇട്ടതെന്നും കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നേരത്തെ ട്രാൻസാക്ഷൻ അക്കൗണ്ട് മാത്രമായിരിക്കും ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു പുതിയ നമ്പറും ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമ്മുടെ മൊബൈൽ ഉണ്ടെങ്കിൽ, നെറ്റ് ബാങ്കിങ് ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും, ഒരു പാടുള്ള കേസല്ല. അപ്പം അതുപോലെ തന്നെ നെറ്റ് ബാങ്കിങ് രജിസ്റ്റർ ചെയ്യാനോ എന്തെങ്കിലും SBI സംബന്ധമായ ഡീറ്റെയിൽസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ അവസാനവും ചാനലിലും ഒക്കെ SBI റിലേറ്റഡ് ഒരുപാട് വീഡിയോസ് ലഭിക്കും. SBIയുടെ പിൻ നമ്പർ എങ്ങനെ ജനറേറ്റ് ചെയ്യാം, SBIയിൽ നിന്ന് ക്യാഷ് എങ്ങനെ വിഡ്രോ ചെയ്യാം, SBIയിൽ നെറ്റ് ബാങ്കിങ് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, യോനോ എങ്ങനെ യൂസ് ചെയ്യാം, അങ്ങനെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബാക്കിയുള്ളവരും കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.